സ്വന്തം ഒരു ദിവസം പത്രക്കാരെ വിളിച്ചിരുത്തി എന്തെങ്കിലും വിളിച്ച് പറയുന്നത് ഞങ്ങൾ വനിതാ ലീഗ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഞാൻ എന്ന് പറഞ്ഞിട്ട് പറയാനേ അധികാരമുള്ളൂ. ഒന്നിനൊന്ന് മെച്ചാണ്. നമ്മളെക്കാളും ബുദ്ധിയും വിവേകവും തൻ്റെയുള്ള കുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. അവർ വളർത്തിക്കൊണ്ടതിൻ്റെ ഉത്തരവാദിത്വം മുൻ തലമുറക്കുണ്ട്. ആ തലമുറ ആ കൃത്യം നിർവഹിക്കുന്നതിന് പകരം അവരെ തളർത്തുന്നത് ശരിയല്ല, ഒരിക്കലും ശരിയല്ല. ഇതിൽ പഴയ കുറേ ആളുകളെ നിർത്തണമെന്നൊന്നുമില്ല. വനിതകളായ വനിതാ ലീഗ് തങ്ങൾ പറഞ്ഞ പോലെ, ആണായ മുസ്ലിം ലീഗും വനിതായ വനിതാ ലീഗുമാണ്. 2012 മുതൽ അവൾ ഹരിതയായിട്ട് അവൾ പ്രവർത്തിക്കുന്നുണ്ട്. ഹരിത പറഞ്ഞ വനിതാ ലീഗ് MSFൻ്റെ വനിതാ സംഘടനയല്ലേ അത്. തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തിയപ്പോഴാണ് വനിതാ ലീഗിൻ്റെ ദേശീയ സെക്രട്ടറി നൂർബീന റഷീദ് പുതിയ വിവാദങ്ങളുമായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ പ്രതികരണവുമായി വനിതാ ലീഗ് സ്ഥാപിക നേതാവും വനിതാ ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് KP മറിയമ്മ നമ്മോടൊപ്പം ചേരുകയാണ്. സ്വാഗതം. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ ആരവങ്ങളൊക്കെ? തെരഞ്ഞെടുപ്പ് ഭംഗിയായി നടക്കുന്നു. UDF എന്തായാലും ജയിക്കും. എന്താണ് ഇപ്പോൾ നിലവിൽ അഡ്വക്കേറ്റ് നൂർബീന റഷീദിൻ്റെ പുതിയ പ്രതികരണവും കാര്യങ്ങളൊക്കെ? തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ ആദ്യം രംഗത്ത് വന്നത് നൂർബീന റഷീദായിരുന്നു. അത് പാർട്ടിക്കൊരു ചുറ്റുണ്ട്, പാർട്ടിക്കൊരു നയമുണ്ട്. അത് പാർട്ടി പണ്ട് മുതലേ മുസ്ലിം ലീഗ് തീരുമാനിക്കുന്ന തീരുമാനങ്ങൾ അംഗീകരിക്കുക എന്നതാണ് അണികളുടെ ഇന്നുവരെ തുടർന്നു പോകുന്ന പാരമ്പര്യം. അതിന് വിരുദ്ധമായിട്ടാണ് നൂർബീന റഷീദ് ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത്. അത് സ്വാർത്ഥ താല്പര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വന്തം സീറ്റ് കിട്ടാത്തതുകൊണ്ടുള്ള ഒരു അവിവേകം കാണിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അങ്ങനെ ചെയ്യാൻ നൂർബീനയ്ക്ക് ഒരിക്കലും അർഹതയില്ല. കാരണം ഞങ്ങളൊക്കെ എത്രയോ ശേഷമാണ് അവരൊക്കെ വന്ന രംഗത്ത്. എന്നിട്ടും അവർക്ക് അർഹതപ്പെട്ടതിലധികം കൊടുത്തിട്ടുണ്ട് പാർട്ടി, ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. കാരണം 2 പ്രാവശ്യം വനിതാ കമ്മീഷൻ അംഗമായി, പിന്നെ 2 പ്രാവശ്യം കോർപ്പറേഷൻ കൗൺസിൽ അംഗമായി. അതുകൂടാതെ ആദ്യം തന്നെ പ്രഥമ വനിതാ സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ 97-ലാണ് സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ടാക്കുന്നത്. അന്ന് അവരെ നേരെ പാർട്ടിയാണ് നോമിനേറ്റ് ചെയ്തത് സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ആയിട്ട്. അന്ന് അവർ പാർട്ടിയിൽ പ്രവർത്തനമൊന്നുമില്ല. അവരാകെ പ്രവർത്തിച്ചിരുന്ന അന്ന് കമർത്താത്തൻ്റെ കൂടെ 96-ൽ ഇലക്ഷന് വേണ്ടിയിട്ട് കോഴിക്കോട് അസംബ്ലി മണ്ഡലം കമർത്താത്തൊക്കെ കൊടുത്തപ്പോൾ അതിൻ്റെ കൂടെ നടന്നു, കമർത്താത്തൻ്റെ കൂടെ നടന്നു എന്നുള്ള ഒരു പരിഗണനയിലാണ് ആ കൊടുത്തത് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങളൊക്കെ അന്ന് 91 മുതൽ ഞാനും കുൽസി ടീച്ചറൊക്കെ രംഗത്തുണ്ട്. കമർത്താത്തയുണ്ട്. കാരണം കമർത്താത്ത ഞങ്ങൾ ജില്ലാ കൗൺസിൽ ഇലക്ഷൻ വന്നതോടുകൂടിയാണ് വനിതാ ലീഗിൻ്റെ പ്രവർത്തനം തുടങ്ങിയത്. പക്ഷേ അന്ന് സ്റ്റേറ്റ് ഉണ്ടാക്കിയിട്ടില്ല, ജില്ല ഉണ്ടാക്കിയിട്ടുള്ളായിരുന്നു. 91-ലാണ് ജില്ലാ കമ്മിറ്റി. ഡിസംബർ 14, 91-ലാണ് ജില്ലാ വനിതാ ലീഗ് മലപ്പുറത്തുണ്ടാക്കുന്നത്. മജീദ് സാഹിബ് യോഗം വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനാണ് യോഗം വിളിച്ചത്. അങ്ങനെയാണ് സ്ഥാപിക്കുന്നത്. നമ്മളെ സൽമ ടീച്ചർ പ്രസിഡൻറ്റും ഞാൻ സെക്രട്ടറി ആയിട്ട്. അതിനുശേഷം 92-ലാണ് കുൽസു ടീച്ചർ കോഴിക്കോട് വനിതാ ലീഗ് ഉണ്ടാക്കുന്നത്. അന്നൊന്നും ഇവരൊന്നും രംഗത്തില്ല. പക്ഷേ അന്നൊക്കെ ഞങ്ങൾക്കൊരു കാര്യം ഉണ്ടായിരുന്നു. നമ്മളെ സ്റ്റേറ്റ് ഒട്ടുക്ക് നമ്മളൊരു ഗ്യാങ്ങായിട്ട് വളരെ യൂണിറ്റിയോട് കൂടി സ്റ്റേറ്റ് കമ്മിറ്റി വരുന്നതിൻ്റെ മുന്നേ വളരെ നന്നായി പ്രവർത്തിച്ചിരുന്നു. ഒരുവിധം കഴിയുന്ന ജില്ലയിലൊക്കെ ഞങ്ങൾ പോയിട്ട് കമ്മിറ്റിയൊക്കെ പല സ്ഥലത്തും ഉണ്ടാക്കിയിരുന്നു. അന്നൊന്നും സ്ത്രീകൾ ഇന്നത്തെ പോലെ രംഗത്തിറങ്ങാത്ത കാലഘട്ടമായിരുന്നു. അത്രയും പ്രയാസപ്പെട്ടിട്ട് അന്ന് കമ്മിറ്റികൾ ഉണ്ടാക്കിയിരുന്നത്. പിന്നെ നമ്മൾ അത് കഴിഞ്ഞപ്പോൾ 91 കഴിഞ്ഞ് ജില്ലാ കൗൺസിൽ ഇലക്ഷൻ കഴിഞ്ഞതിൻ്റെ ശേഷം ജില്ലാ പഞ്ചായത്ത് ഇലക്ഷൻ വന്നു. അതോടുകൂടി 33% സംവരണം വന്നു. അത് കഴിഞ്ഞ് പഞ്ചായത്തിൽ 50% വന്നു, ജില്ലാ പഞ്ചായത്തിൽ 50% വന്നു. ഇഷ്ടം പോലെ വനിതകൾ നമ്മളെ കൂടുതലുണ്ട്. അത് ഒന്നിനൊന്ന് മെച്ചാണ്. നമ്മളെക്കാളും ബുദ്ധിയും വിവേകവും തൻ്റെയുള്ള കുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. അവർ വളർത്തിക്കൊണ്ടതിൻ്റെ ഉത്തരവാദിത്വം മുൻ തലമുറക്കുണ്ട്. ആ തലമുറ ആ കൃത്യം നിർവഹിക്കുന്നതിന് പകരം അവരെ തളർത്തുന്നത് ശരിയല്ല, ഒരിക്കലും ശരിയല്ല. നമ്മളൊക്കെ പാർട്ടി എടുത്ത തീരുമാനം 100% അംഗീകരിക്കുന്നവരും അത് വളരെ നന്നായി എന്ന് പറയുന്നവരുമാണ്. കാരണം എന്താ വെച്ചാൽ അത്രയും നല്ലൊരു തീരുമാനമാണ് പാർട്ടി എടുത്തിട്ടുള്ളത്. കാരണം പേരാമ്പ്ര എന്ന് പറഞ്ഞ ഡിവിഷൻ വളരെ ടഫായിട്ടുള്ളൊരു ഡിവിഷനാണ്, നമുക്ക് കിട്ടാൻ പ്രയാസമല്ല. മാസ് പാർട്ടി 20,000-ൽ പരം വോട്ടിന് ജയിച്ച മണ്ഡലത്തിലാണ് തഹലിയ നിന്നുകൊണ്ട് വളരെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു വർക്കാണ് നമ്മളവിടെ കാണുന്നത്. എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തന്നെയുള്ളവർ അവരെ ഒരു താഴ്ത്തിക്കാട്ടുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ ജയന്തിക്കും അതുപോലെ നല്ല അംഗീകാരമുണ്ട്. ആ മണ്ഡലക്കാർ അംഗീകരിക്കണം. ഒരു വ്യക്തിയെ നിർത്തുന്നത് ജനങ്ങൾ അംഗീകരിക്കുന്നവരായിരിക്കണം. ഒരു ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ വെറും പാരമ്പര്യമോ അല്ലെങ്കിൽ എന്താ പറയുക
കുറേ കാലത്തെ വർക്കോ അല്ലെങ്കിൽ ഞാൻ അന്ന് വന്നു ഇന്ന് വന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഈ ഇലക്ഷൻ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് പറ്റിയൊരു കാൻഡിഡേറ്റിനെ അവിടെ പ്രസൻറ്റ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ജയിക്കാൻ പറ്റും എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് ഒരു സ്ഥാനാർത്ഥിനെ അവിടെ ഇടുക എന്നുള്ള ബുദ്ധിയാണ് ഉപയോഗിക്കേണ്ടത്. ആ ബുദ്ധി ഉപയോഗിച്ചാണ് പാർട്ടി പ്രവർത്തിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നൂർബിന റഷീദ് പറഞ്ഞ വനിതാ ലീഗിൻ്റെ അഭിപ്രായമായിട്ടാണോ അതല്ല നൂർബിന റഷീദിൻ്റെ? അത് വനിതാ ലീഗിൻ്റെ അഭിപ്രായമല്ല. വനിതാ ലീഗിൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ദേശീയ കമ്മിറ്റി കൂടണം. ദേശീയത്തിലെ അഭിപ്രായമാണെങ്കിൽ സ്റ്റേറ്റിലെ അഭിപ്രായമാണ് സ്റ്റേറ്റ് കമ്മിറ്റി കൂടണം. ഇത് രണ്ടും കൂടി ആലോചിച്ചിട്ടില്ല, പറഞ്ഞിട്ടുമില്ല. സ്വന്തം ഒരു ദിവസം പത്രക്കാരെ വിളിച്ചിരുത്തി എന്തെങ്കിലും വിളിച്ച് പറയുന്നത് ഞങ്ങൾ വനിതാ ലീഗ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഞാൻ എന്ന് പറഞ്ഞിട്ട് പറയാനേ അധികാരമുള്ളൂ. അല്ലാതെ ഞങ്ങളെന്ന് പറയുകയാണെങ്കിൽ ഞങ്ങളെല്ലാവരും കൂട്ടായി തീരുമാനം എടുത്തിട്ട് ഇതിനെ പ്രതികരിക്കണം എന്നവളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാണ് അങ്ങനെയാണെങ്കിൽ. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞങ്ങൾ. അതുകൊണ്ട് അങ്ങനെ പറയുന്നത് ശരിയല്ല. ഞങ്ങളൊന്നും അതിനോട് യോജിക്കുന്നുമില്ല. ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ മറ്റുള്ള പാർട്ടികളെക്കാരൊക്കെ ഏറ്റവും കൂടുതൽ അംഗീകാരം ലഭിച്ചത് സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ്. സമീപകാലത്തുണ്ടായിരുന്ന സ്ഥാനാർത്ഥികൾ ലിസ്റ്റിൽ വന്നത് മഹിളകൾക്ക് പ്രാതിനിധ്യം, MSFന് പ്രാതിനിധ്യം, STUവിന് പ്രാതിനിധ്യം, എല്ലാ മേഖലക്കും എല്ലാ മേഖലയും കർഷകർക്ക് പ്രാതിനിധ്യം കുറുക്കോളിന് കൊടുത്തു, സ്വാതന്ത്ര്യ ഇതിന് കൊടുത്തു, നമ്മളെ ST റഹ്മത്തിന് കൊടുത്തു. അതിൽ KMCC കിട്ടിയില്ല എന്ന് തോന്നുന്നുണ്ട്. ബാക്കി ഒരുവിധം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. വനിതാ ലീഗ് എന്ന് പറഞ്ഞാൽ വനിതാ ലീഗിൽ പഴയ കുറേ ആളുകളെ നിർത്തണമെന്നൊന്നുമില്ല. വനിതകളായ വനിതാ ലീഗ് തങ്ങൾ പറഞ്ഞ പോലെ, ആണായ മുസ്ലിം ലീഗും വനിതായ വനിതാ ലീഗുമാണ്. റഷീദ് പറയുന്നത് ഒരു പ്രധാന ആരോപണം തഹ്ലിയ ജയന്തിരാജിനെതിരെ ഉൾപ്പെടുന്ന ഈ രണ്ടാളുകളും വനിതാ ലീഗിൽ അംഗത്വമില്ല. അവർ മുസ്ലിം ലീഗ് വനിതാ ലീഗിൻ്റെ പ്രതിനിധികളായിട്ട് അവരെ കാണാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത്. അത് ഫാത്തിമേൻ്റെ പ്രൊഫൈൽ നോക്കിയാൽ അവൾ വർക്ക് ചെയ്ത് കാണാലോ. 2012 മുതൽ അവൾ ഹരിതയായിട്ട് അവൾ പ്രവർത്തിക്കുന്നുണ്ട്. ഹരിത പറഞ്ഞ വനിതാ ലീഗ് MSFൻ്റെ വനിതാ സംഘടനയല്ലേ, അത് വനിതാ ലീഗ് തന്നെയല്ലേ. അതുപോലെ തന്നെ ജയന്തി 2015 മുതൽ സോണൽ സെക്രട്ടറിയാണ് ദേശീയ തലത്തിൽ. അവർക്കനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ വനിതാ ലീഗ് അല്ല എന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല. അവർ വനിതാ ലീഗ് തന്നെയാണ്. കഴിവുള്ളവനും കഴിവില്ലാത്തവനും ഉണ്ടാവും, ഡിഗ്രി ഉള്ളവനും ഡിഗ്രി ഇല്ലാത്തവനും ഉണ്ടാവും. പക്ഷേ ഡിഗ്രി ഉള്ളവനേക്കാളും കഴിവുള്ളവനുണ്ടാവും. അപ്പോൾ അവരെ കണക്കാക്കി ഫാത്തിമയ്ക്ക് നമ്മളെക്കാളൊക്കെ എത്രയോ വലിയ ഡിഗ്രി ഉണ്ട്. അവൾ LLB കഴിഞ്ഞ് LLM എടുത്തിട്ട് ലോ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇതിലൊന്നൊരു PG ചെയ്ത ആൾ അല്ലേ, അതിൽ PG ചെയ്തതാണ്. അവർക്ക് പിന്നെ പക്വതയുണ്ട്. ഇവരെക്കാളും നമ്മളെക്കാളൊക്കെ പക്വതയിൽ അവൾ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവൾക്ക് ഒരു കാഴ്ചപ്പാടുണ്ട്. മറ്റുള്ളവർ മാതിരിയല്ല, കുറച്ചും കൂടി വളരെ നന്നായിട്ടാണ് അവൾ പ്രസൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അവൾ പിന്നാലുണ്ട്. ഇപ്പോൾ ഇന്ന് നൂർബിന റഷീദ് മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞത് ഇനി കൂടുതൽ പാർട്ടി ഇതുവരെ ഒരു റിപ്പോർട്ട് കത്തോ കാര്യങ്ങളോ ഒന്നും തന്നിട്ടില്ല. ഇനി കൂടുതൽ പ്രകോപനങ്ങൾ ഉണ്ടാക്കിയാൽ കൂടുതൽ കാര്യങ്ങൾ പുറത്ത് പറയുന്നതാണ്. അത്തരത്തിലെന്തെങ്കിലും അതിനെ പുറത്ത് പറയാൻ എത്ര വലിയ രഹസ്യങ്ങളുള്ളത്? വനിതാ ലീഗിൽ ഒരു രഹസ്യമില്ല പുറത്ത് പറയാനുള്ളത്. അവർക്ക് പേഴ്സണലായിട്ട് വലിയ രഹസ്യം ഉണ്ടെങ്കിൽ അതുണ്ടാവും. അല്ലാതെ ഞങ്ങളെ വനിതാ ലീഗിൽ ഒരു രഹസ്യം പുറത്ത് പറയാനില്ല. എല്ലാം വളരെ ഓപ്പണാണ്, നല്ല ഓപ്പൺ ഡിസ്കഷനാണ്. ഞങ്ങൾ ഇതിലൊന്നും ഒരു അഭിപ്രായ വ്യത്യാസം ആർക്കില്ല. വനിതാ ലീഗ് എത്ര നന്നായി നല്ല കൂട്ടായിട്ട് അവിടെ പ്രവർത്തിച്ച് വരുന്നത്, നല്ല ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്ന നല്ല റിസൾട്ടും ഉണ്ട്. നമുക്ക് പഞ്ചായത്ത് ഇലക്ഷനിലൊക്കെ അതിൻ്റെ റിസൾട്ട് നമ്മൾ കണ്ടതാണ്. അപ്പോൾ എല്ലാവരും ഒത്തൊരുമിച്ച് പോകേണ്ട ഒരു ടൈമിൽ ഇങ്ങനെ പറയുന്നത് ഒരിക്കലും ശരിയാണെന്ന് പറയുന്നില്ല. ഈ ഇലക്ഷൻ്റെ തലേ ദിവസം എന്ന് പറഞ്ഞാൽ 4 ദിവസം മുന്നേ എന്നിട്ട് പാർട്ടിനെ എങ്ങനെ ഇതാക്കുന്നതിൽ അർത്ഥമില്ല. അത് അവൾക്ക് ഇമേജ് കൂടിയിരിക്കുകയാണ്. എൻ്റെ അഭിപ്രായത്തിൽ നൂർബിൻ്റെ പ്രതികരണം എന്നതോടുകൂടി തഹ്ലിയക്ക് കുറച്ചും കൂടി വർക്ക് ആവേശം കൂടി ആളുകൾ പ്രവർത്തിക്കാൻ തുടങ്ങിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതൊരിക്കലും അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവർ രഹസ്യമായിട്ട് അവർക്ക് എന്തെങ്കിലും ഉണ്ടാവും. അല്ലാതെ ഞങ്ങൾ വനിതാ ലീഗിൽ ഒന്നും പുറത്തു പറയാനില്ല. ഇതൊക്കെ തന്നെ സീനിയർ നേതാക്കളൊക്കെ പാർട്ടി അവസരം കൊടുക്കേണ്ടതായിരുന്നു. അതിലും സീനിയർ ആയിട്ടില്ല. ഞാനും കുൽസൊക്കെ അവിടെ ഞങ്ങൾക്കൊക്കെ പാർട്ടി തന്നു. ഞങ്ങളാരും ഇതുവരെ ചോദ്യം ചെയ്യാൻ പോയിട്ടില്ലല്ലോ. അവരെക്കാൾ മുന്നേ പ്രവർത്തിക്കാൻ തുടങ്ങി ഞങ്ങളൊക്കെ. സൂറാമ്പാട് 2011 പ്രസിഡൻ്റ് ആവണേ. ഞാൻ 95 മുതൽ 2000 വരെ പ്രസിഡൻ്റായിരുന്നു, പ്രഥമ പ്രസിഡൻറ്റ്. ഒന്നുമില്ലാത്തതെന്ന് ജില്ലാ പഞ്ചായത്ത് ഉണ്ടാക്കിയെടുത്ത, ഒന്നുമില്ലാത്ത വനിതകളിൽ നിന്ന് വനിതാ ലീഗ് ഉണ്ടാക്കിയെടുത്തതാണ്. എന്നിട്ട് ഞങ്ങളാരും പോയിട്ടില്ല. ഇന്ന് വരെ പാർട്ടിയോട് ഒരു വിമിഷ്ടം കാണിച്ചിട്ടില്ല, കാണിക്കാൻ പാടില്ല. നമുക്ക് തന്നതിന് അധികമെന്നാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾക്ക് ഒരുപാട് തന്നിട്ടുണ്ട്. പത്രക്കാർ ഓരോ പ്രാവശ്യം എൻ്റെ അടുത്ത് വന്ന് പലതും ചോദിക്കാറുണ്ട്. ഓരോ അധികാരത്തിൽ നിന്ന് വീഴുമ്പോഴോ എന്തുകൊണ്ട് നിങ്ങൾക്ക് തന്നില്ല, അത് ഞാൻ ഇന്നുവരെ ഒരു വർത്തമാനം പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ആകെ 20 സീറ്റുള്ളൂ, ഞങ്ങൾക്ക് പെണ്ണുങ്ങൾ കൂടി തരാനില്ല. അതുകൊണ്ട് ഇപ്പോഴും നിങ്ങളെടുത്ത് നോക്കിയാൽ കാണും എൻ്റെ വോയിസ് എന്താണെന്ന്. 10-20 സീറ്റുകൾ ഞങ്ങളെക്കാളും കൂടുതൽ പ്രവർത്തിക്കുന്ന പുരുഷന്മാരുണ്ട് ഇവിടെ. അവർക്ക് കൊടുക്കാൻ പോലും സീറ്റ് തികയില്ല. ഒരു പാർട്ടി വലിയൊരു പാർട്ടിയാണ്, അത് 20 സീറ്റ് കൊണ്ട് ആർക്കൊക്കെ കൊടുക്കും. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് തരാം അവർക്ക് പൂതിയില്ലാഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇവർക്കൊന്നും
ബുദ്ധിയില്ല, ചിന്തിച്ചൂടെ? നമ്മളെക്കാളും രാവും പകലും ചിന്തിക്കുന്ന പുരുഷന്മാരില്ലേ? ഇപ്പോൾ പെണ്ണുങ്ങൾ രാത്രിയൊക്കെ ഇലക്ഷൻ വർക്കിനൊക്കെ ഞങ്ങളൊക്കെ പോകുന്നുണ്ട്, പണ്ടും പോയിരുന്നു. അതുപോലെയല്ലല്ലോ, ഫുൾ ടൈം ഇവിടെ ഞങ്ങൾ ആണുങ്ങളാണ് പ്രവർത്തിക്കുന്നത്. അത് നമുക്ക് സമ്മതിച്ചു കൊടുത്തേ മതിയാവും. പെണ്ണുങ്ങൾക്കൊരു പരിമിതിയൊക്കെ എപ്പോഴും ഉണ്ട്, അതനുസരിച്ച് പെണ്ണുങ്ങൾ പ്രവർത്തിക്കാറുള്ളൂ. അപ്പോൾ അതിൽ ആണുങ്ങൾക്ക് കൊടുത്ത് എന്നതിൽ വല്ലാണ്ട് വിമിഷ്ടം കാണിക്കാനൊന്നുമില്ല. ഈ സ്ഥാനാർത്ഥി ലിസ്റ്റിനൊക്കെ എത്രത്തോളം അഭിനന്ദിക്കുമ്പോഴും വനിതാ ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ താഴെക്കടയ്ക്ക് കൂടുതലായിട്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കാണുന്നില്ലല്ലോ. തീർച്ചയായിട്ടും ഉണ്ടല്ലോ, എവിടെ കുറവ്? എല്ലായിടത്തും വനിതാ ലീഗ് പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുകയാണ് ഇല്ലയെന്ന്? നിങ്ങൾ പോയി നോക്കിയോ? പേരാമ്പ്രയുണ്ട്, എല്ലാ സ്ഥലത്തും വനിതാ ലീഗ് ആക്റ്റീവായി പ്രവർത്തിക്കുന്നുണ്ട്. വനിതാ ലീഗിന് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. ഒരു വ്യക്തി പോയാൽ ലീഗിനൊന്നും സംഭവിക്കില്ല. CH പറഞ്ഞ പോലെ ഒരുപാട് നേതാക്കന്മാർ പോയി, എന്തെങ്കിലും സംഭവിച്ച പാർട്ടിക്ക് സേട്ട് സാഹിബ് പോയിട്ട് സംഭവിച്ചിട്ടില്ല. എന്നിട്ട് ഇപ്പോൾ ഒരു 100 പോയാൽ ആര് പോയാലും ഒന്നും സംഭവിക്കില്ല. മുസ്ലിം ലീഗ് എന്ന പാർട്ടി എന്നും കരുത്തോടെ അവിടെ ഉണ്ടാവും. അതിന് പാണക്കാട് തങ്ങൾ അവിടുന്ന് കുടുംബം അവരെ നിയന്ത്രിച്ച് കൊണ്ടുവരുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് നമ്മൾ കുഞ്ഞാലി സാഹിബും അതുപോലെ തന്നെ ബഷീർ സാഹിബും മുനീർ സാഹിബും അതുപോലെ മജീദ് സാഹിബും ഒക്കെ തന്നെ അതിൻ്റെ നേതാക്കളായ എപ്പോഴും കൂടെ ഉണ്ട്. പാർട്ടിക്ക് എല്ലാവരും ഉണ്ട്, ഒത്തൊരുമിച്ച് പോകുന്ന ശക്തിയാർജി മറ്റെല്ലാ സമുദായത്തിലെ. പണ്ടൊക്കെ മുസ്ലിംസ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നു. ഇന്ന് മുസ്ലിംസ് അല്ല, ഇന്ന് പട്ടര് നമ്മളെ കൂടെ ഉണ്ട്, നായർ നമ്മളെ കൂടെ ഉണ്ട്, SC നമ്മളെ കൂടെ ഉണ്ട്, ST നമ്മളെ കൂടെ ഉണ്ട്, തീയർ നമ്മളെ കൂടെ ഉണ്ട്, ക്രിസ്ത്യാനി നമ്മളെ കൂടെ ഉണ്ട്, മുസ്ലിമും ഉണ്ട് നമ്മളെ കൂടെ. എല്ലാവരും മതേതര പാർട്ടിയാണ്, പ്രവർത്തിച്ച് കാണിച്ച് കൊടുക്കുന്ന മതേതര പാർട്ടിയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളുടെ കൂടെ വനിതാ ലീഗും കൈമൈ മറന്ന് കൂടെ ഉണ്ടാകുമെന്നാണ് ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KP മറിയമ്മ നമ്മോട് പറഞ്ഞത്. ഇനിയിപ്പോൾ നാളെ ഞങ്ങൾ 2 വണ്ടിക്കാള് പേരാമ്പ്രയും അതുപോലെ തന്നെ കൂത്തുപറമ്പും പോകുന്നുണ്ട്. കോഴിക്കോട് നിന്നൊരു വണ്ടി, മലപ്പുറത്തു നിന്നൊരു വണ്ടി.